വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ചൈനീസ് സ്മാർട്ട് ഫോണുകളുടെ വലിയൊരു ആധിപത്യം തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ദിനം പ്രതി ഒരുപാട് ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ BBK ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഷവോമി പോലുള്ള ഒരുപാട് കമ്പനികൾ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഇറക്കി മിക്കതും നല്ല രീതിയിൽ ചിലവായി പോകുന്നൊരു സ്മാർട്ട് ഫോണാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഫോണുകൾ ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ഇത്രത്തോളം ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആകാനും വിജയിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ സാംസങ് പോലെ ചൈനീസ് ഇതര കമ്പനികൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ഇളക്കമെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയറിൽ ചെറിയ രീതിയിലുള്ളൊരു വേരിയേഷൻ വരുത്താൻ ഈ ഒരു ചൈനീസ് സ്മാർട്ട് ഫോണുകളുടെ വരവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരിക്കും സാംസങ് പോലും ഇപ്പോൾ നമുക്കറിയാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു ബജറ്റ് സ്മാർട്ട് ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 10,000 രൂപയിൽ താഴെയുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി A03s. ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ ഇതാണിന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A03s എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്തുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ട്രാൻസ്പെറൻറ്റ് കേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസോ കാര്യങ്ങളോ കൂടെ ഇല്ല, ജസ്റ്റ് ഒരു യൂസർ ഗൈഡ് മാത്രമാണുള്ളത്. പിന്നീടുള്ളത് നമ്മുടെ മൊബൈലാണ്. അതോടൊപ്പം തന്നെ 7.8 വാട്ടിൻ്റെ ഒരു ചാർജർ അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഈ ഒരു ഫോൺ 15 വാട്ട് വരെയാണ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത്. പിന്നുള്ളൊരു ടൈപ്പ് സി ചാർജിങ് കേബിള്, അതുകൂടാതെ നമുക്കൊരു ഇയർഫോൺ കൂടെ ഈ ഒരു ഫോണിൻ്റെ കൂടെ ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു സിം ഇജക്ടർ ടൂള്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഗാലക്സി A02sൻ്റെ ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് ഈ ഒരു A03sലും കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ് മെറ്റീരിയൽ പിറകിൽ വരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിമും വരുന്ന പ്ലാസ്റ്റിക് ആണ്. 9.1 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. 196 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ വരുന്നത് TFT LCD ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, ഈ ഒരു 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്താണ് നമുക്കിവിടെ ഒരു 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം, ഒരു എക്സ്റ്റേണൽ മൈക്ക്, ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട്, ഒരു എക്സ്റ്റേണൽ സ്പീക്കർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൂടിയുണ്ട്. മുകൾ വശത്ത് ഒരു എക്സ്റ്റേണൽ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. അത് തന്നെ 3 കാർഡ് സ്ലോട്ടാണ്. 2 നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആ ഒരു A02sൻ്റെ ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു മികവോ അല്ലെങ്കിൽ ഒരു പോരായ്മയോ ഈ ഒരു ഫോണിലെ ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. MediaTekൻ്റെ ഹീലിയോ P35 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 nm ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ തന്നെ 2.35 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്കാണ് ഈ ഒരു പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ബജറ്റ് സ്മാർട്ട് ഫോണിൽ ഒക്ടാ കോറിൽ തന്നെ 2.35 ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് GPU പരിശോധിക്കുകയാണെങ്കിൽ പവർ VR GE8320 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സൈഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ ആൻഡ് GPU സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ക് തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ One UI വേർഷൻ വരുന്നത് 3.1 ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫിൻ്റെ കാര്യത്തിൽ വലിയ സംശയമോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം നമുക്കൊരു ഹെവി യൂസ് ചെയ്താലും ഏകദേശം ഒരു ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ തോന്നിയ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ലഭിച്ച ചാർജറാണ്. വളരെ പവർ കുറഞ്ഞ ഒരു ചാർജറാണ് ഇതിൻ്റെ കൂടെ ലഭിച്ചത്. അതോടൊപ്പം തന്നെ 15 വാട്ട് മാത്രമാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് സ്പീഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അധിക ഫോണിലും 18 വാട്ടൊക്കെ സപ്പോർട്ടായിട്ടുള്ളത് കാണാം. അതുകൊണ്ട് തന്നെ ഒരിത്തിരി ചാർജ് 0 to 100 ചാർജ് ഫുള്ളാകാൻ ഒരിത്തിരി സമയം കൂടുതൽ എടുക്കുന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്.
എനിവേ അതർവൈസ് നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2 മെമ്മറി വേർഷനിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. 3GB റാമിൽ 32GB മെമ്മറി വേർഷനും 4GB റാമിൽ 64GB മെമ്മറി വേർഷനാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. 6.5 ഇഞ്ചിൻ്റെ PLS TFT LCD ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 720p അഥവാ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 270 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ A02s അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വേർഷനേക്കാളും ഒരു ശകലം കൂടി മികച്ച ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഈ ഒരു A03s ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫുൾ HD വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം ഷാർപ്പായിട്ട് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളിൽ MOLED അല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയൊരു വേരിയേഷൻ, കളർ വേരിയേഷൻ എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേ സ്പെക്ക് തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ഫോണിൽ മോണോ സ്പീക്കർ അഥവാ സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു താഴ്ഭാഗത്ത് കാണുന്നത്. എനിവേ ജസ്റ്റ് സൗണ്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മോണോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു ലൗഡായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് അല്ല ലഭിക്കുന്നത്. പകരം നമുക്കൊരു ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് എനിക്ക് ഈ ഒരു ഫോണിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കും ഫിംഗർ ലോക്കും എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫേസ് ലോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ചെറിയൊരു ലാഗ് ഫേസ് ലോക്കിലുണ്ട്. ഇനി നമുക്ക് ഫിംഗർ ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫിംഗർ ലോക്കിൽ ഒരു അല്പം ലാഗ് നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 3 ക്യാമറയാണ് പിറകെ സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഡെപ്ത് സെൻസറും ഈ ഒരു 3 ക്യാമറയാണ് പിറകെ സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുമില്ല. നമുക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി അത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കാരണം ഒരിക്കലും നമ്മളിതൊരു ഹൈ എൻഡ് ഫോണുമായിട്ടോ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണുമായിട്ടോ കമ്പയർ ചെയ്യുന്നതിലും അർത്ഥമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ക്വാളിറ്റിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള മികവാർന്ന ഫോട്ടോസോ അല്ലെങ്കിൽ ഷാർപ്നെസ് ആയിട്ടുള്ള ഫോട്ടോസോ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എത്രയാണോ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ കൂടെ സാമ്പിൾ കൊടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2-3 ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഒപ്പം ചേർക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് വലിയ മികവാർന്ന രീതിയിലുള്ള എന്നുള്ള രീതിയിലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. എനിവേ ഓവറോൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ പിറകിലതും സെൽഫി ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു ആവറേജ് ക്യാമറ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് വിലയിരുത്താനുള്ളത്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3GB + 32GB വരുന്നത് 11,499 rupees, 4GB + 64GB വരുന്നത് 12,499 rupees ആണ് വരുന്നത്. എങ്കിൽ ഇവിടെ ഖത്തറിൽ ഇന്ത്യയെക്കാളും കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3GB + 32GB വരുന്നത് 449 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 9,000 രൂപയും 4GB + 64GB വരുന്നത് എന്ന് പറയുന്നത് 499 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 10,000 രൂപ മാത്രമാണ് ഇവിടെ ഖത്തറിൽ ഈ ഒരു ഫോണിന് വരുന്ന വില എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുന്നത് സാംസങ് ഫോണിൽ നിന്ന് ലഭിക്കുന്ന അത്യാവശ്യം വില കുറഞ്ഞ എന്നാൽ അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളുള്ള ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് ഈ ഒരു സാംസങ് ഗാലക്സി A03s എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കുറഞ്ഞ വിലയിൽ തന്നെ അവർ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4GB റാം 64GBക്കൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ ഒരു ഫോണായിട്ട് തന്നെയാണ് നമുക്കിത് കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാംസങ് ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രൈസാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ
തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A03s എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി A03sന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത് നമ്മുടെ ചാനലിലെ 42ാമത്തെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെ അൺബോക്സ് ചെയ്ത മൊബൈലിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു മൊബൈലിൻ്റെ പ്ലേലിസ്റ്റ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോൺ ഒരു പക്ഷേ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.